നിൻ പേർക്കായി വീശിച്ചിടുക കുളിർതെന്നൽ. സത്യമാണാളാ നീതി ഞാൻ നാഥാ, ഞാൻ നിൻ മണവാട്ടി. നീയാണിൻ തണലും താങ്ങും, ചെയ്യണമെന്നോട് കാരുണ്യം. നിൻ പേർക്കായി വീശിച്ചിടുക കുളിർതെന്നൽ. സത്യമാണാളാ നീതി ഞാൻ നാഥാ, ഞാൻ നിൻ മണവാട്ടി. നീയാണിൻ തണലും താങ്ങും, ചെയ്യണമെന്നോട് കാരുണ്യം. സ്നേഹമേകുവാൻ എന്തു നീ കണ്ടെന്നിൽ ദൈവമേ, അന്നിൻ ജീവിതത്തിലേകിയ നന്മകളോർക്കുകിൽ വന്നിപ്പാൻ വാക്കുകൾ പോരാ. ഇത്രമാം സ്നേഹമേകുവാൻ എന്തു നീ കണ്ടെന്നിൽ ദൈവമേ, അങ്ങൻ ജീവിതത്തിലേകിയ നന്മകളോർക്കുകിൽ വന്നിപ്പാൻ വാക്കുകൾ പോരാ. പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ സമയത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഈ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും ചെയ്തതുപോലെ കർത്താവ് ദിവസം നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ സമയത്ത് രേഷ്മയുടെ വിവാഹത്തിൻ്റെ തലേ ദിവസത്തെ പ്രോഗ്രാമിനോടനുബന്ധിച്ച് ഞങ്ങൾക്ക് കൂടി വരുവാൻ തക്കോളം നീ സഹായിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്നത്തെ ദിവസത്തിൽ നീ അനുഗ്രഹിക്കണമേ. എല്ലാ കാര്യത്തിലും നല്ല ആലോചന നീ ഞങ്ങൾ വഴി നടത്തണമേ. എല്ലാ കാര്യത്തിലും കർത്താവേ ആലോചന ഒന്ന് വഴി നടത്തി ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പിൽ വരുത്തുവാൻ തക്കോളം നീ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, വചനം സംസാരിക്കുന്നതിൻ്റെ മകനെ നിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു തരുന്നു. കർത്താവേ, ഈ ദേശത്തോട് പറയുവാൻ തക്കോണം കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുവാനും യേശുക്രിസ്തു ജീവിക്കുന്ന ദൈവമാണെന്ന് പറയുവാനും കർത്താവേ, യേശുക്രിസ്തു വിശ്വാസത്താലുള്ള ആ രക്ഷയെക്കുറിച്ച് പറയുവാനും നിൻ്റെ മകനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രത്യേകിച്ച് രേഷ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രേഷ്മ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഒരുങ്ങുന്നു. കർത്താവേ, നിൻ്റെ മകളെ സഹായിക്കണമേ. ഇന്നത്തെ ദിവസത്തെ നീ അനുഗ്രഹിക്കണമേ. നാളെ കഴിഞ്ഞത്തെ ദിവസത്തിൽ നീ കൂടുതലായിട്ട് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു തരുന്നു. നീ അവരെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നതിനായിട്ട് നന്ദി പറയുകയാണ്. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ സ്വർഗീയ പിതാവേ, ആമീൻ. നാം ഇന്ന് ഇവിടെ കൂടി വന്നിരിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാം.
ഈ ഭവനത്തിലെ ഗോപാലകൃഷ്ണ സഹോദരൻ്റെയും ആശ സഹോദരയുടെയും മകൾ രേഷ്മയുടെ വിവാഹത്തോടുള്ള ബന്ധത്തിലാണ് നാം ഇന്നൊരു മീറ്റിംഗ് വെച്ച് ഇവിടെ കൂടി വന്നിരിക്കുന്നത്. മറ്റന്നാൾ ആണ് വിവാഹ ശുശ്രൂഷ നടക്കുന്നത്. ദൈവസന്നിധിയിൽ ആലോചന കഴിച്ചപ്പോൾ ദൈവം ഒരുക്കി കൊടുത്ത ഒരു കുടുംബമായിട്ട് ഇവരെ മാറ്റുവാൻ ദൈവം തീരുമാനിച്ചിരിക്കുകയാണ്. അതിനോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുവാൻ വേണ്ടിയാണ് നാം ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ സന്ദർഭത്തിൽ പ്രാരംഭമായിട്ട് ഒരു ആശംസ പറയുക എന്നുള്ളത് രേഷ്മയ്ക്കാണ്. ഇതുവരെയും ദൈവം നടത്തി തക്കതായൊരു തുണയെ കണ്ടെത്തുവാൻ ദൈവം കൃപ കാണിച്ചു. തുടർന്ന് വിവാഹത്തിനായി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. രേഷ്മയ്ക്ക് കൊടുത്ത ദൈവകൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം ഈ ഗ്രഹത്തിലെ ഗ്രഹനാഥൻ ഗോപാലകൃഷ്ണ സഹോദരനും ആശ സഹോദരിക്കും വിമലിനെല്ലാം ദൈവം ധാരാളം കൃപ കൊടുത്ത് എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിച്ചതോർത്തും ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ശുശ്രൂഷകളെല്ലാം ഭംഗിയായിട്ട് നടക്കുവാൻ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം നമുക്ക് തുണയായിട്ട് നിൽക്കുമെന്നുള്ളതാണ്. വിവാഹത്തോടുള്ള ബന്ധത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങളൊക്കെ വേദപുസ്തകം വായിക്കുന്നവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. ദൈവമാണ് വിവാഹം സ്ഥാപിച്ചത് എന്നുള്ളതാണ്. വിവാഹത്തിന് ശേഷം കുടുംബം സ്ഥാപിതമായത് ഈ ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകൾ കടന്നുപോയിട്ട് ആ വ്യവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടില്ല എന്നുള്ളതാണ്. എല്ലാ ജാതിയിലും എല്ലാവരും ഈ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇവിടെ ഈ അനുഭവത്തിൽ എത്തിച്ചേരുവാൻ ദൈവം കൃപ ചെയ്തോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയപ്പെട്ട രേഷ്മയ്ക്ക് എല്ലാവിധ സന്തോഷവും അറിയിച്ചു കൊള്ളുന്നു. അതിനായിട്ട് സൗകര്യം ഒരുക്കട്ടെ എന്നുള്ളതാണ്. അതുപോലെ കടന്നു വന്നിരിക്കുന്ന ഏവർക്കും സ്വാഗതം ആശംസിക്കുകയാണ്. വിശേഷിച്ച് പ്രസംഗിക്കുവാൻ സുരേഷ് സോവാരൻ കടന്നു വന്നിട്ടുണ്ട്. എല്ലാവർക്കും ദൈവത്തെ സ്തുതിയാൻ കടന്നു വന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് താണിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം. ഇന്ന് നമ്മൾ ഈ ഭവനത്തിൽ കൂടി വന്നിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട വിശേഷം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച ദൈവമക്കളായി തീർന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളെ വിവാഹത്തിനായിട്ട് ദൈവം ഒരുക്കിയ വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് നിങ്ങളോട് പങ്കുവയ്ക്കുവാനുള്ളത്. കഴിഞ്ഞ 28 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാനും നിത്യജീവൻ്റെ അവകാശികളായി തീരുവാനും ഭവനമായിട്ട് ഞങ്ങളെ ദൈവം തിരഞ്ഞെടുത്തു എന്നുള്ള ഓർക്കുകയാണ്. ഈ നാൾ വരെയും ഞങ്ങളെ ദൈവത്തിൻ്റെ കൃപയിൽ വളർത്തി എന്നുള്ള കാര്യം ഞാൻ ഓർക്കുകയാണ്. ഞങ്ങൾക്കിങ്ങനെ ഈ ദേശത്ത് ക്രിസ്തുവിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ അവസരം നൽകിയ ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുകയാണ്. മാത്രമല്ല ഞങ്ങൾക്ക് ഒരുമിച്ച് കോതമംഗലത്ത് ദൈവസഭയിൽ കൂടി വന്ന് കർത്താവിനെ ആരാധിക്കുവാനും ദൈവമക്കളായിട്ടുള്ള വലിയ കൂട്ടായ്മയും സ്നേഹവും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് ജീവിതം നയിക്കുവാനും ഒരു പ്രത്യാശയുള്ള ജീവിതം ഞങ്ങൾക്ക് ലഭിക്കുവാനും ഇടയായതോർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. അതുപോലെ രേഷ്മയുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ഓർക്കുമ്പോൾ അവൾ LKG മുതൽ MSW വരെ എടുക്കുവാനായിട്ട് പ്രിയ മകൾക്ക് ദൈവം കൃപ കൊടുത്തു. ഒരു ക്ലാസ്സിലും തോൽക്കാതെ വളരെ കഠിനാധ്വാനത്തിലൂടെ മകള് എല്ലാ പരീക്ഷയും വിജയിച്ച് അവസാനം ഒരു നല്ലൊരു ജോലി ലഭിക്കാൻ ദൈവം കൃപ കാണിച്ചു. അങ്ങനെ ഉള്ള സമയത്ത് വിദേശത്തേക്കുള്ളൊരു ജോലി വാഗ്ദാനം കിട്ടി. അങ്ങനെ വിദേശത്ത് പോയി 2 വർഷക്കാലം അവിടെ ജോലി നോക്കി. ആ സമയത്ത് ഒരു വിവാഹാലോചനയിലൂടെ ഒരു വരനെ കണ്ടെത്തുവാനായിട്ട് സാധിച്ചു. രാജകുമാരിയിലുള്ള ഒരു ബ്രദറൻ ചർച്ചിലെ ആഷർ എന്നൊരു പയ്യൻ അവിടെയും ജോലി നോക്കി ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു മാട്രിമോണിയിലൂടെ ഈ പയ്യനെ കാണുവാനായിട്ട് ഇടയായി. അങ്ങനെ എന്നോട് ആലോചന ചോദിക്കുകയും ഞാനത്
ആ മകനെ കാണുവാനായിട്ട് പറയുകയും അങ്ങനെ കണ്ട് അവർ സംസാരിക്കുകയും പരസ്പരം ഇഷ്ടപ്പെട്ടു, വിവാഹത്തിന് താല്പര്യമുണ്ടെന്നുള്ള കാര്യം അറിയിക്കുകയും അങ്ങനെ വീട്ടുകാരും ആയിട്ട് ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനത്തിലേക്ക് വരികയും അത് സഭയിൽ അറിയിക്കുകയും ബന്ധുമിത്രാദികളേക്ക് അറിയിക്കുകയും അതിനുള്ള ബന്ധത്തിൽ അങ്ങനെ 2026 ഏപ്രിൽ 16 വിവാഹം നടത്തുവാൻ തീരുമാനിക്കുകയും ചെയ്തു. അതിനുള്ള ബന്ധത്തിൽ 2 ദിവസം മുമ്പ് നമുക്കിവിടെ ഒരു ചെറിയ ഒരു കൂട്ടായ്മ, ഒരു സ്നേഹ സൽക്കാരം ഒരുക്കിക്കൊണ്ട് നിങ്ങളെല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ ഭവനത്തിൽ അങ്ങനെ കൂടി വരുവാൻ നിങ്ങൾ ക്ഷണിച്ചപ്പോൾ നിങ്ങളെല്ലാവരും വരികയും ചെയ്തു. അങ്ങനെ ഈ ഭവനത്തിൽ വെച്ച് ഇങ്ങനെയുള്ള ഒരു സംവിധാനം ഒരുക്കി വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നിർവഹിക്കുവാനായിട്ടുള്ള ദൈവ കൃപ ലഭിച്ചു. കടന്നു വന്ന എല്ലാവർക്കുമായിട്ട് നന്ദിയോടെ സ്തുതിക്കുകയും സ്വാഗതം ചെയ്യുകയാണ്. തുടർന്ന് ഈ വിവാഹത്തിൻ്റെ എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമായി തീരുവാൻ എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. യേശുവായിലുമുന്നതനാമൻ ആത്മസഖാവനേ, തായ് മറക്കാതെങ്കിലും എന്നെ മറക്കാ സ്നേഹിതനേ, ഏവരും എന്നെ കൈവെടിഞ്ഞാലും യേശു താനൻ അരികിൽ വരുമേ, ഏതു ഖേദവും തീരും ഞാൻ തിരുമാർവിൽ ചാരിടുമ്പോൾ, ഏതു ഖേദവും തീരും ഞാൻ തിരുമാർവിൽ ചാരിടുമ്പോൾ, യേശുവാരിലും ഉന്നതനാമിൻ ആത്മസഖാവനേ, തായ് മറക്കാതെങ്കിലും എന്നെ മറക്കാ സ്നേഹിതനേ, എന്നെ തേടി പിന്നഗരം വിട്ടു മണ്ണിൽ വന്നവനേ, എന്നെ തേടി പിന്നഗരം വിട്ടു മണ്ണിൽ വന്നവനേ, എൻ്റെ പാപ ശാപമകറ്റാൻ ജീവൻ തന്നവനേ, എന്തിനും തൻ തിരുസ്നേഹ പാശബന്ധമഴിക്കുവാൻ കഴിയ, എന്നും ഞാനിനി അവനിലും അവനിനി എന്നിലുമാം, എന്നും ഞാനിനി അവനിലും അവനിനി എന്നിലുമാം, യേശുവാരിലും ഉന്നതനാമൻ ആത്മസഖാവനേ, തായ് മറക്കാതെങ്കിലും എന്നെ മറക്കാ സ്നേഹിതനേ, മാനസമേ ചാരുകദിനവും ഈ നല്ല സ്നേഹിതനേ, മാനസമേ ചാരുകദിനവും ഈ നല്ല സ്നേഹിതനേ, ധ്യാനം ചെയ്യുക തൻ തിരുസ്നേഹമധുരിമ സന്തതവും, എന്തു ഖേദം വരികിലും പതറാ യേശു ആശ്രയമതിനാൽ, അന്ത്യത്തോളം പൊരുതുക കുരിശിൻ ഉത്തമനാം ഭടനായി, അന്ത്യത്തോളം പൊരുതുക കുരിശിൻ ഉത്തമനാം ഭടനായി,
ആരിലും ഉന്നതനാമൻ ആത്മസഖാവവനേ. തായ് മറക്കാതെങ്കിലും എന്നെ മറക്ക സ്നേഹിതനേ. തായ് മറക്കാതെങ്കിലും എന്നെ മറക്ക സ്നേഹിതനേ. ഏവരും എന്നെ കൈവെടിഞ്ഞാലും യേശുതാനൻ അരികിൽ വരുമേ. ഏതു ഖേദവും തീരും ഞാൻ തിരുമാറിൽ ചാരിടുമ്പോൾ. ഏതു ഖേദവും തീരും ഞാൻ തിരുമാറിൽ ചാരിടുമ്പോൾ. യേശുവാരിലും ഉന്നതനാമൻ ആത്മസഖാവവനേ. തായ് മറക്കാതെങ്കിലും എന്നെ മറക്ക സ്നേഹിതനേ. നമുക്കെല്ലാം വളരെ സന്തോഷമുള്ളതായിരിക്കുന്ന ഒരു സമയമാണിത്. വിവാഹ ഭവനത്തിൽ നമ്മളായിരിക്കുന്നു. പ്രിയ രേഷ്മയുടെ വിവാഹം നാളെ കഴിഞ്ഞ് വ്യാഴാഴ്ച നടക്കാനായിട്ട് പോവുകയാണ്. പ്രിയ മകളെയും അതുപോലെ ഈ കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുവാനും അവർക്ക് ആശംസ അറിയിക്കുവാനും പ്രത്യേകാൽ പ്രിയ രേഷ്മ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പോവുകയാണ്. അവർക്ക് വേണ്ടി പുതിയതായി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരെ ആശംസകൾ അറിയിക്കുവാൻ, ദൈവകരങ്ങളിൽ അവരെ സമർപ്പിക്കുവാനൊക്കെ ആയിട്ടാണ് നാം ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്നത്. നമുക്കറിയാം, വിവാഹ ജീവിതത്തിൽ ഇന്ന് നമുക്ക് വളരെ വെല്ലുവിളികളുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കുടുംബജീവിതം എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക്, ചെറുപ്പക്കാർക്ക് ഭയം തോന്നുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. വിവാഹത്തിൽ നിന്ന് ഒളിച്ചോടുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരെയാണ് പലപ്പോഴും ഇന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വളരെ പ്രാർത്ഥന കുടുംബജീവിതത്തിന് ആവശ്യമാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കുടുംബജീവിതം നയിക്കുന്ന ആളുകൾക്ക് പ്രത്യേക അത് അനുഭവമാണ്. ദൈവത്തിൻ്റെ പ്രത്യേക സഹായമില്ലാതെ, ദൈവകൃപയില്ലാതെ നമുക്ക് ഒരു വിജയകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ള കാര്യം വളരെ സത്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. പ്രിയ രേഷ്മ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരെക്കുറിച്ച്, അല്ലെങ്കിൽ രശ്മിയെയും വിവാഹം ചെയ്യാനിരിക്കുന്ന മകനെക്കുറിച്ചും അവരുടെ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള നമുക്കുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ദൈവത്തെ യഥാർത്ഥമായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ദൈവത്തെ അറിഞ്ഞ മക്കളാണ്. അവർ ദൈവത്തെ അറിഞ്ഞവരാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ് എന്നുള്ള പ്രതീക്ഷയാണ് നമുക്ക് അവരെ കുറിച്ചുള്ളത്. അതുകൊണ്ട് അവരുടെ കുടുംബജീവിതം തീർച്ചയായും വിജയിക്കും എന്നുള്ള കാര്യം സംശയമില്ലാത്ത കാര്യമാണ്. കാരണം അവർ ദൈവത്തെ മാനിക്കുന്നവരാണ്. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കർത്താവിൽ ആശ്രയിച്ച് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുവാനായിട്ട് സാധിച്ചാൽ തീർച്ചയായും അത് വിജയകരമായ പാതയിൽ, വിജയത്തിന്റെ പാതയിൽ നയിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാനിന്ന് നിങ്ങളോട് ഇവിടെ അല്പമായിട്ട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിവാഹത്തെക്കുറിച്ചോ വിവാഹത്തിൻ്റെതായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല. അത് ഒരുപക്ഷെ പ്രിയ മക്കളോട് കൗൺസിലിംഗ് നടത്തുന്ന ആളുകൾ കൂടുതൽ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഇനി വിവാഹ ശുശ്രൂഷയുടെ ദിവസം വിവാഹത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന സന്ദേശങ്ങളൊക്കെ ധാരാളം ഇനി കേൾക്കാനായിട്ട് പോവുകയാണ്. ഞാൻ വലിയൊരു പ്രസംഗം നടത്താനും ആഗ്രഹിക്കുന്നില്ല. വളരെ ചുരുക്കമായ ഒരു ചെറിയ ഒരു സന്ദേശം നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനായിട്ട് ഒരു വേദഭാഗം വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. വിശുദ്ധ ബൈബിളിലെ മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 22-ാമത്തെ അധ്യായം 1 മുതൽ 14 വരെയുള്ളതായിരിക്കുന്ന വേദഭാഗം നാം വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം
അതിൻ്റെ 1 മുതൽ 14 വരെയുള്ള വേദഭാഗം. അവിടെ എങ്ങനെയാണ് പറയുന്നത്? യേശു പിന്നെയും അവരോട് ഉപമകളായി പ്രസ്താവിച്ചത് എന്തെന്നാൽ, സ്വർഗരാജ്യം തൻ്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശം. അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു. അവർക്കോ വരുവാൻ മനസ്സായില്ല. പിന്നെയും അവൻ മറ്റു ദാസന്മാരെ അയച്ചു. എൻ്റെ മുത്താഴം ഒരുക്കി തീർന്നു, എൻ്റെ കാളകളെയും തടിച്ച മൃഗങ്ങളെയും അറുത്തു, എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, കല്യാണത്തിന് വരുവിനെന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു. അവർ അത് കൂട്ടാക്കാതെ ഒരുത്തൻ തൻ്റെ നിലത്തിലേക്കും മറ്റൊരുത്തൻ തൻ്റെ വ്യാപാരത്തിനും പോയി കളഞ്ഞു. ശേഷമുള്ളവർ അവൻ്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ച് കൊന്നുകളഞ്ഞു. രാജാവ് കോപിച്ച് സൈന്യങ്ങളെ അയച്ച് ആ കൊലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു. പിന്നെ അവൻ ദാസന്മാരോട്, കല്യാണം ഒരുങ്ങിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല. ആകയാൽ വഴിത്തലയ്ക്കൽ ചെന്ന് കാണുന്നവരെ ഒക്കെയും കല്യാണത്തിന് വിളിക്കുവിൻ എന്ന് പറഞ്ഞു. ആ ദാസന്മാർ പെരുവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു. കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്തു വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവനെ അവിടെ കണ്ടു. സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്തു വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. എന്നാൽ അവന് വാക്ക് മുട്ടിപ്പോയി. രാജാവ് ശുശ്രൂഷക്കാരോട്, ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളയുവിൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് പറഞ്ഞു. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. നമുക്കെല്ലാം വളരെ പരിചയമുള്ളതായിരിക്കുന്ന ഒരു വേദഭാഗമാണിത്. ഒരു കർത്താവിന്റെ ഒരു പ്രസിദ്ധമായിരിക്കുന്ന ഒരു ഉപമയാണ്. നമുക്കറിയാം, കർത്താവ് ലോകത്തായിരുന്ന സമയത്ത്, കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്ത് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത് താന് ജനങ്ങളോട് സംസാരിച്ചപ്പോൾ, ശിഷ്യന്മാരോട് സംസാരിച്ചപ്പോൾ താൻ ഉപമകളിലൂടെ സംസാരിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ജീവിതത്തിന്റെ വിവിധ സാഹചര്യങ്ങളെ കുറിച്ചുള്ളതായിരിക്കുന്ന പല നിലയിലുള്ളതായിരിക്കുന്ന ഉപമകൾ കർത്താവ് മനുഷ്യരോട് സംസാരിച്ചിട്ടുണ്ട്. സ്വർഗീയമായിരിക്കുന്ന ഒരു സത്യം അല്ലെങ്കിൽ ഒരു ആത്മീകമായ സത്യം മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് ഈ ലോകത്തിലുള്ളതായിരിക്കുന്ന ഒരു കഥ അല്ലെങ്കിൽ ഒരു സാദൃശ്യം അല്ലെങ്കിൽ ഉദാഹരണം പറയുന്നതാണ് ഉപമ എന്ന് പറയുന്നത് നമുക്കറിയാം. അപ്പൊ നമുക്കൊരു വലിയ സത്യം മനസ്സിലാക്കി തരാൻ വേണ്ടി കർത്താവ് ഇവിടെ പറഞ്ഞതായിരിക്കുന്ന ഒരു ഉപമയാണ് നമ്മൾ വായിച്ചത്. സ്വർഗരാജ്യത്തെ കുറിച്ചാണ് കർത്താവ് ഉപമ പറഞ്ഞത്. കർത്താവിന്റെ ഉദ്ദേശം ഇത് ദൈവരാജ്യത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന ചില കാര്യങ്ങള് മനുഷ്യർ മനസ്സിലാക്കണം എന്നതിനെ കുറിച്ചാണ് എന്ന് ഓർത്തിട്ടാണ് കർത്താവ് ഈ ഉപമ അവരോട് സംസാരിച്ചത്. കർത്താവ് വിവിധ നിലയിലുള്ളതായിരിക്കുന്ന ഉപമകൾ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്റെ ജീവിതത്തിന്റെ വില എന്താണ് എന്നതിനെ കുറിച്ചുള്ള ഉപമ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്റെ ഇനി ഭാവി എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, അങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളെ ബന്ധിക്കുന്ന പല ഉപമകളും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെയുള്ളതായിരിക്കുന്ന ഒരു ഉപമയാണ് സ്വർഗരാജ്യത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞ ഈ ഒരു ഉപമ. ഇത് ഒരു മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. എന്താണ്? സ്വർഗരാജ്യത്ത് എന്തിനോടാണ് കർത്താവ് ഉപമിച്ചത്? ഒരു വിവാഹ സദ്യയോട്, കല്യാണ സദ്യയോടാണ് കർത്താവ് ഉപമിച്ചത്. അപ്പൊ ഇവിടെ കല്യാണത്തെ കുറിച്ച് കർത്താവ് പറയാൻ വേണ്ടിയല്ല കർത്താവ് ഈ ഉപമ പറഞ്ഞത്. കർത്താവ് ഈ ഉപമ പറഞ്ഞത് സ്വർഗരാജ്യത്തെ കുറിച്ച് മനുഷ്യർ മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് കർത്താവ് ഉപമ പറഞ്ഞത്. എന്നാൽ അവർക്കറിയാവുന്ന ഒരു കാര്യമാണ് അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അത് ഒരു വിവാഹ സദ്യയാണ്. ആ വിവാഹ സദ്യ ആരുടെ വിവാഹ സദ്യയാണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു രാജാവ് തന്റെ പുത്രന് വേണ്ടി കഴിക്കുന്ന ഒരു വിവാഹ സദ്യയോട് സാദൃശ്യപ്പെടുത്തിയാണ് ഇത് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം വിവാഹം എന്താണ്, വിവാഹത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അതിലെ ചില സത്യങ്ങൾ സ്വർഗരാജ്യവുമായി ബന്ധപ്പെട്ട് മനുഷ്യർക്ക് മനസ്സിലാകണം, മനുഷ്യരെ മനസ്സിലാക്കണം എന്നതുകൊണ്ടാണ് കർത്താവ് ഈ ഉപമ അവരോട് പറഞ്ഞത്. അപ്പൊ ഈ ഉപമയിൽ നിന്ന് കർത്താവ് മനുഷ്യരോട് പറയാൻ ഉദ്ദേശിച്ച ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്വർഗരാജ്യത്തെ കുറിച്ച് പറയാൻ, ദൈവരാജ്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനുഷ്യർക്ക് പല ആശയങ്ങളും ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനമായിരിക്കുന്ന ബൈബിൾ പറയുന്നത് സ്വർഗരാജ്യം അല്ലെങ്കിൽ ദൈവരാജ്യം ദൈവത്തോടൊപ്പമുള്ളതായിരിക്കുന്ന വാസമാണ്, അല്ലെങ്കിൽ ദൈവത്തിന് ഒപ്പമുള്ള ജീവിതമാണ് എന്ന് നമുക്കറിയാം.
ദൈവത്തെ രാജാവായി കണ്ട മനുഷ്യര് ആ രാജ്യത്തിൽ പ്രവേശിക്കുന്നു, ദൈവ രാജ്യത്തിലെ അംഗങ്ങളായി തീരുന്നു എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ ഈ ദൈവരാജ്യം എന്ന ആശയം കർത്താവ് ഇവിടെ വിവാഹ സദ്യയോട് ഉപമിച്ചിരിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവരാജ്യം എന്ന് പറയുന്നത് അത് ഏറ്റവും ആസ്വാദ്യകരമായ സന്തോഷകരമായിരിക്കുന്ന ഒരു അനുഭവമാണ് എന്ന കാര്യം ആളുകൾക്ക് മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് കർത്താവ് ഈ ഉപമ അവരോട് പറഞ്ഞത്. ഇതാണ് അവർക്ക് മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം. ദൈവത്തോട് കൂടെയുള്ള വാസം, ജീവിതം. അപ്പൊ ദൈവരാജ്യത്തിന് രണ്ട് വശങ്ങളുണ്ട്. കർത്താവ് പറഞ്ഞു ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് കർത്താവ് പറഞ്ഞു. അത് ഏത് നിലയില? ഇന്ന് ഐഹികമല്ലാത്ത ഒരു രാജ്യത്തിലാണ് നമ്മളായിരിക്കുന്നത്. കർത്താവിനെ അറിഞ്ഞ മനുഷ്യര്, കർത്താവിനെ രാജാവായി സ്വീകരിച്ച ആളുകളെല്ലാം അവന്റെ പ്രജകൾ എന്ന നിലയിൽ ഇന്ന് ലോകത്താകമാനമുണ്ട്. അവര് ദൈവരാജ്യത്തിലാണ് ഒരു നിലയിൽ. മറ്റൊരു നിലയിൽ പറഞ്ഞ ഇനി ദൈവരാജ്യം വരുവാനായിട്ട് പോവുകയാണ്, ആക്ഷരികമായിട്ടും വരുവാനായിട്ട് പോവുകയാണ്. അതിലേക്ക് പ്രവേശിക്കാനായിട്ട് നമ്മളെല്ലാവരും നോക്കിയിരിക്കുകയും ചെയ്യുകയാണ്. അപ്പൊ ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് അത് ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതം. അത് പറയാൻ വേണ്ടിയാണ് കർത്താവ് ഈ ഉപമ അവരോട് പറഞ്ഞത്. ദൈവത്തോടൊപ്പമുള്ള വാസം, ദൈവത്തെ രാജാവായി കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിത അനുഭവം, അത് ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന അനുഭവമാണ്. അത് ഏറ്റവും സമൃദ്ധി നിറഞ്ഞതായിരിക്കുന്ന ഒരു അനുഭവമാണ്. അത് ഏറ്റവും വലിയ കൂട്ടായ്മ നിറഞ്ഞ സെലിബ്രേഷന്റെ, ആഘോഷത്തിന്റെ ഒരു അനുഭവമാണ് എന്ന് കർത്താവ് അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ ഉപമ അവരോട് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യം എന്ന് പറയുന്നത് മനുഷ്യർക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലപ്പുറമായിട്ടുള്ള ഒരു ആനന്ദത്തിന്റെ, സന്തോഷത്തിന്റെ ഒരു തലമാണ്. ഒരു തലത്തിലേക്ക് മനുഷ്യർ പ്രവേശിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ മനുഷ്യർ ഇന്ന് അനേക കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും ദുഃഖത്തിലും പാപത്തിൻ്റെതായിരിക്കുന്ന പരിതാപകരമായിരിക്കുന്ന അവസ്ഥയിലും കഷ്ടതയിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നതായിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു സാഹചര്യത്തില് കർത്താവ് പറയുകയാണ്, ദൈവരാജ്യം, ദൈവത്തോടൊപ്പമുള്ള ജീവിതം, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത് അത് ഏറ്റവും മനുഷ്യർക്ക് ഏറ്റവും ആസ്വാദ്യകരമായ, നീ എന്താണ് നിന്റെ ജീവിതത്തെക്കുറിച്ച് ജീവിതം സന്തോഷകരമാക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കം, അല്ലേ, നീ ദൈവത്തിന്റെ രാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരിക എന്നാണ് കർത്താവിന് പറയുവാനായിട്ടുള്ളത്. മനുഷ്യർ ഇന്ന് അനേക പ്രശ്നത്തിന്റെ വഴിയിലാണ്, പാപത്തിന്റെ വഴിയിലാണ്. പാപത്തിൻ്റെതായിരിക്കുന്ന തിക്തഫലങ്ങൾ അനുഭവിച്ചുകൊണ്ട് അനേക പ്രശ്നത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവർക്ക് ദൈവം ഓഫർ ചെയ്യുന്നത് വളരെ ആസ്വാദ്യകരമായിരിക്കുന്ന ഒരു ജീവിത അനുഭവത്തിലേക്ക് ദൈവം അവരെ ക്ഷണിക്കുകയാണ്, കർത്താവ് അവരെ ക്ഷണിക്കുകയാണ്. അപ്പൊ ദൈവരാജ്യം എന്നുള്ളത് വളരെ സെലിബ്രേഷന്റെ ഒരു അനുഭവമാണ്. അതിനുവേണ്ടിയാണ് കർത്താവ് ഈ ഉപമ അവരോട്. അത് ആരുടെ സദ്യയാണെന്ന് പറഞ്ഞേക്കണേ? ഒരു രാജാവ് തന്റെ മകന് വേണ്ടി, പുത്രന് വേണ്ടി ഇരിക്കുന്ന വിവാഹ സദ്യ. അതെങ്ങനെ ഇരിക്കും നമുക്കറിയാം. ഇന്ന് ഗോപാലകൃഷ്ണൻ പറ്റുന്ന രീതിയിൽ, തനിക്ക് പറ്റുന്ന എല്ലാ രീതിയിലുമുള്ള ഒരുക്കങ്ങൾ ഇന്നിവിടെയും അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് അവിടെ ഓഡിറ്റോറിയത്തിലും ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഒരു രാജാവാണെങ്കിൽ എങ്ങനെ ആയിരിക്കും ഒരുക്കം? നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ചില കല്യാണമൊക്കെ ഇവിടെ നമ്മുടെ ഇന്ത്യയിലൊക്കെ നടന്നു. മുകേഷ് അംബാനിയുടെ മകന്റെ കല്യാണമൊക്കെ വലിയ വാർത്തയായ സംഗതി നമുക്കറിയാം. എന്നിട്ട് രാജാവ് പറയുകയാണ്, നിങ്ങൾ പോയി പെരുവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരുടെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്ന് കല്യാണശാല അങ്ങനെ നിറയ്ക്കുവിൻ എന്ന് പറഞ്ഞ് അവരെ എല്ലാവരെയും വിളിക്കാനായിട്ട് ക്ഷണിക്കപ്പെട്ട കുറെ ആളുകൾ ഉണ്ടായിരുന്നു. ഇതിന്റെ വേറൊരു ആശയമൊക്കെ ഉണ്ട് ഇതില്. യഹൂദന്മാരെ കർത്താവ് ഈ സന്ദേശം, കർത്താവിന്റെ സന്ദേശം അറിയിച്ചു. പക്ഷെ അവരൊന്നും കർത്താവിനെ കൈക്കൊണ്ടില്ല എന്ന് നമുക്ക് അറിയാം. അപ്പോ സകലർക്കുമായി ഈ വിവാഹത്തിലേക്ക് അല്ലെങ്കിൽ ഈ ദൈവരാജ്യ അനുഭവത്തിലേക്ക് ആളുകളെ വിളിക്കുവാനായിട്ട് ഇവിടെ രാജാവ് പറഞ്ഞയക്കുക. ഈ സദ്യയിലേക്ക്, ഈ സന്തോഷത്തിലേക്ക് വരുവാനായിട്ട് എല്ലാവരും വരിക എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അനേകര് ഇവിടെ കടന്നു വരുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ രണ്ടാമത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം അതാണ്. എല്ലാവരെയും ദൈവം ഈ തന്റെ രാജ്യത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ രാജാവ് ദാസന്മാർ പറഞ്ഞയച്ച് ആളുകളെ എല്ലാവരെയും ഇങ്ങോട്ട് വരുവാനായിട്ട് പറഞ്ഞയച്ചു. അനേകര് വന്നു, ചിലര് തിരസ്കരിച്ചു. ഇന്ന് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അത് തന്നെയാണ്. ഈ ദൈവരാജ്യ അനുഭവത്തിലേക്ക്,
ഈ സന്തോഷകരമായിരിക്കുന്ന അനുഭവത്തിലേക്ക് വരിക എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള സന്ദേശം ദൈവത്തിന്റെ വചനത്തിലുടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എല്ലാവരെയും കർത്താവ് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് തന്നെ നമുക്കറിയാം ക്ഷണിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദൈവം തന്നെ ഒരു വഴി ഒരുക്കിയിട്ടുണ്ട്. ദൈവം തന്നെ ഒരു വസ്ത്രം നൽകുന്നുണ്ട്. അതെന്താണെന്നറിയാമോ? അത് കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മനുഷ്യർക്ക് നീതിയുടെ വസ്ത്രം കർത്താവ് നൽകിയാണ്. നീതിയുടെ വസ്ത്രം കർത്താവ് നൽകിയാണ്. അങ്ങനെ കർത്താവ് നൽകുന്ന ആ നീതിയുടെ വസ്ത്രം ധരിക്കാതെ, ദൈവം നൽകുന്ന വസ്ത്രം ധരിക്കാതെ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടേതായിരിക്കുന്ന വഴിയിൽ, ഞാൻ പറഞ്ഞു വന്ന ആശയം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, നമ്മുടേതായിരിക്കുന്ന വഴിയിൽ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. ദൈവത്തിന്റെ വഴിയിൽ തന്നെയാണ് ആ രാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മളെല്ലാവരും തീർക്കുന്നതായിരിക്കുന്ന ചില വഴികളുണ്ട്. ഓരോ മതങ്ങളും തീർക്കുന്ന വഴികളുണ്ട്, അല്ലേ? ഓക്കെ, വലിയ കുഴപ്പമൊന്നുമില്ല. സാധാരണ നമ്മൾ മനുഷ്യരോട് പറയുമ്പോൾ ഞാൻ വലിയ തെറ്റുകളൊന്നും വലിയ ചെയ്യുന്നില്ല, ആരെ ഉപദ്രവിക്കുന്നില്ല, പറ്റുന്ന നന്മകളൊക്കെ ആളുകൾക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണോ നമ്മൾ തീർത്തിരിക്കുന്ന രക്ഷാമാർഗം? അതാണ്. വലിയ കുഴപ്പമില്ലാതെ ജീവിച്ചാൽ മതി, ആളുകൾക്ക് ചില നന്മകളൊക്കെ ചെയ്താൽ നമുക്ക് ദൈവരാജ്യത്തിൽ കിടക്കാം എന്നുള്ളതായിരിക്കുന്ന ചിന്തയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവത്തിന്റെ വഴിയാണോ? ദൈവത്തിന്റെ വചനമായിരിക്കുന്ന ബൈബിളിൽ ദൈവരാജ്യത്തിലേക്കുള്ള വഴി എന്താണെന്ന് ചോദിച്ചാൽ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുക എന്നുള്ളതായിരിക്കുന്ന വഴിയാണ്. കർത്താവായ യേശുക്രിസ്തു മനുഷ്യരാശിക്ക് വേണ്ടി, സകല മനുഷ്യർക്കും വേണ്ടി കാൽവറിയുടെ ക്രൂശിൽ യാഗമായി തീർന്നു. ആ യാഗമരണത്തിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യർക്കും നീതിയുടെ വസ്ത്രം കർത്താവ് നൽകുന്നു. അവന്റെ സ്വന്തം വസ്ത്രമല്ല, അവൻ്റെതായിരിക്കുന്ന നീതിയല്ല, ദൈവത്തിന്റെ നീതി തന്നെ അവനിൽ ചുമത്തി അവന് നീതിയുടേതായിരിക്കുന്ന വസ്ത്രം നൽകുന്നു. ആ വസ്ത്രം സ്വീകരിക്കുന്നവനാണ് ദൈവം ഒരുക്കുന്ന ദൈവത്തിന്റെ രാജ്യത്ത് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ വസ്ത്രം ധരിക്കാതെ ആർക്കും അവിടെ ഇരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം നമ്മുടെ പാപത്തിന് പരിഹാരം വരാതെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. കർത്താവ് തന്നെ പറഞ്ഞു, നിക്കോദിമോസ് എന്ന് പറയുന്ന മതഭക്തനായിരിക്കുന്ന ഒരു വ്യക്തിയോട് പറഞ്ഞു, വീണ്ടും ജനിച്ചില്ല എങ്കിൽ നീ ദൈവരാജ്യത്ത് കിടക്കുകയില്ല എന്ന് പറഞ്ഞു. വീണ്ടും ജനിച്ചില്ല എങ്കിൽ വീണ്ടും ജനിക്കണം, ഒന്നുകൂടെ ജനിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ മക്കളായി തീരണം, ദൈവത്തിന്റെ രാജ്യത്തിന് അവകാശിയായി തീരണമെങ്കിൽ, ദൈവരാജ്യത്ത് പ്രവേശിക്കുവാനുള്ള യോഗ്യത കിട്ടണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് അവന്റെ മകനായി, ദൈവത്തിന്റെ മകനായി ഒരുവൻ തീരുമ്പോൾ ദൈവത്തിന്റെ നീതി അവനിൽ കടക്കിട്ട് അവന് നീതിയുടെ വസ്ത്രം ദൈവം ദാനമായി നൽകി അവനെ ദൈവരാജ്യത്തിന് യോഗ്യനാക്കി തീർക്കുന്ന പരിപാടിയാണ്. ദൈവരാജ്യത്തിന് പ്രവേശിക്കുവാനായിട്ടുള്ള അർഹത അവൻ നേടും എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് വിശുദ്ധ ബൈബിൾ നമ്മോട് പറയുന്നത്. ബൈബിൾ ഒരു മതപുസ്തകമല്ല, കർത്താവ് ഏതെങ്കിലും മതത്തിന്റെ വക്താവല്ല. യേശുക്രിസ്തു ലോകരക്ഷകനാണ്, ലോകത്തിന്റെ വെളിച്ചമാണ്. അവൻ സകലർക്കും വേണ്ടി മരിച്ചവനാണ്. ആ മരണം നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനുള്ള മരണമാണ്. ആ ബലിമരണത്തിൽ വിശ്വസിക്കുന്നവന് ദൈവം നീതിയുടെ വസ്ത്രം ദാനമായി നൽകുന്നു. അവൻ അങ്ങനെ നീതിയുടെ വസ്ത്രം ദാനമായി നൽകുമ്പോൾ അവൻ ഏതു തരത്തിലുള്ള മനുഷ്യനാണെങ്കിലും അവൻ നീതിമാനായി പ്രഖ്യാപിക്കപ്പെട്ട് ദൈവരാജ്യത്തിന് യോഗ്യനായി തീരുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഈ അനുഭവത്തിൽ ജീവിക്കുവാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെ എല്ലാവരെയും കർത്താവ് ക്ഷണിക്കുകയാണ്, ഞാനല്ല, കർത്താവ് ക്ഷണിക്കുകയാണ് ദൈവരാജ്യത്തിലെ അംഗങ്ങളായി തീരുവാൻ, അതിലേക്ക് വരുവാൻ കർത്താവായ യേശുക്രിസ്തുവിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. പ്രത്യേകിച്ച് പ്രിയ മകളെ കുറിച്ച് നമ്മൾ പറഞ്ഞതുപോലെ കർത്താവിനെ ഇങ്ങനെ വ്യക്തിപരമായി അറിഞ്ഞ് രക്ഷയുടെ വസ്ത്രം ധരിച്ച വ്യക്തിയാണ്. തന്നെ വിവാഹം കഴിക്കാനിരിക്കുന്ന വ്യക്തിയും ആ അനുഭവത്തിലുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് അവരുടെ കുടുംബജീവിതം ഏറ്റവും മനോഹരമാകും. കാരണം അവർ ഇപ്പോൾ തന്നെ ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ അനുഭവത്തിലാണ്. ഏത് സാഹചര്യത്തിൽ, ഏത് പ്രശ്നത്തിന്റെ മധ്യത്തിലും അവർ ദൈവരാജ്യത്തിന്റെ അംഗങ്ങൾ എന്ന നിലയിൽ അവർ യഥാർത്ഥ സന്തോഷവും യഥാർത്ഥ സമാധാനവും ആസ്വാദനവും അനുഭവിക്കുന്നവരാണ്, ജീവിതത്തിന് അർത്ഥം കണ്ടെത്തിയവരാണ്. അതുകൊണ്ട് അവരെ കുറിച്ചുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് അവരുടെ കുടുംബജീവിതം ഏറ്റവും മനോഹരമായി തീരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുമ്പോൾ ദൈവം അവരുടെ ജീവിതത്തിൽ നയിക്കും. അവരുടെ കുടുംബജീവിതം ആ നിലയിൽ ഏറ്റവും അനുഗ്രഹപൂർണമായി തീരും. കുടുംബജീവിതം നയിക്കുന്ന എല്ലാവർക്കും, നമുക്കെല്ലാവർക്കും, കുടുംബജീവിതം നയിക്കാത്തവരും എല്ലാവർക്കും ദൈവത്തെ ആവശ്യമുണ്ട്.
ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരിക, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക. കർത്താവ് അതാണ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. യേശുവിൻ നാമമല്ലാതെ ഭൂമിയിൽ നല്ലൊരു നാമമുണ്ടോ? യേശുവിൻ നാമമല്ലാതെ ഭൂമിയിൽ നല്ലൊരു നാമമുണ്ടോ? ശക്തിയാകുന്ന രക്ഷയേകുന്ന സത്യമായൊരു നാമം, നാമം, നാമം. യേശുവിൻ നാമമല്ലാതെ ഭൂമിയിൽ നല്ലൊരു നാമമുണ്ടോ? പാടുന്ന നാമം, സർവശക്തനാം യേശുനാഥന്റെ നാമം. സർവസൃഷ്ടികളും ആർത്തുപാടുന്ന നാമം, സർവശക്തനാം യേശുനാഥന്റെ നാമം. സർവപാപവും പോക്കിടുന്നൊരു രക്ഷിതാവിന്റെ നാമം, സർവവും നമ്മിലേക്കിടുന്നൊരു സ്വർഗദാതൻ നാമം. ഗരിസ നിസരി ഗരിസ റിസരി സനി പസനി പഗരി സരി ഗരി ഗപ ഗപ സരി സ ഗപ ഗരി സരി പരിസ. യേശുവിൻ നാമമല്ലാതെ ഭൂമിയിൽ നല്ലൊരു നാമമുണ്ടോ? യേശുവിൻ നാമമല്ലാതെ ഭൂമിയിൽ നല്ലൊരു നാമമുണ്ടോ? സത്യമാം വചനമായിടും ഏകനാമം, നിത്യമാം ജീവനേകിടും പുണ്യനാമം. സത്യമാം വചനമായിടും ഏകനാമം, നിത്യകാലവും ഭക്തരിൽ ദിവ്യശക്തിയേകുന്ന നാമം. നിത്യനെ തന്റെ മക്കളെ അങ്ങ് ചേർത്തിടുന്നൊരു നാമം. ഗരിസ നിസരി ഗരി സരി സരി സനി പസനി പഗരി സരി ഗരി ഗപ ഗപ സരി സരി ഗപ ഗരി സരി പരി സ. യേശുവിൻ നാമമല്ലാതെ ഭൂമിയിൽ നല്ലൊരു നാമമുണ്ടോ? യേശുവിൻ നാമമല്ലാതെ ഭൂമിയിൽ നല്ലൊരു നാമമുണ്ടോ? ശക്തിയാകുന്ന രക്ഷയേകുന്ന സത്യമായൊരു നാമം, നാമം, നാമം. യേശുവിൻ നാമമല്ലാതെ ഭൂമിയിൽ നല്ലൊരു നാമമുണ്ടോ? നാം ഇന്നിവിടെ കൂടി വന്നിരിക്കുന്നതിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. പ്രിയപ്പെട്ട രേഷ്മയുടെ വിവാഹം മറ്റന്നാൾ നടക്കുകയാണ്. അതിനോടുള്ള ബന്ധത്തിൽ തലേ ദിവസം ഇവിടെ കൂടുവരികയും ഒരു പ്രാർത്ഥനയോടെ സംബന്ധിക്കുവാനും നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. ഈ പ്രിയ പൈതലിന് തക്കതായ ഒരു തുണ ദൈവം കൊടുത്തു. എനിക്ക് ഈ കുടുംബമായിട്ട് വർഷങ്ങളോളം പരിചയമുള്ളതായ ബന്ധമുള്ള കുടുംബമാണ്.
സന്തോഷത്തോടെ ഇതെല്ലാം നടക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം എനിക്കുണ്ട് എന്നുള്ളതാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഏകസത്യദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച ഭാഗ്യത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങളിന്ന് ദൈവമക്കളെന്ന പദവിയിലേക്ക് ഞങ്ങൾ ഉയർത്തിയതോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പിതാവാണെന്നോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. അവിടുന്ന് വിളിച്ച നാൾ മുതൽ കർത്താവെ ഞങ്ങളെ വിശ്വസ്തയോടെ പരിപാലിക്കുന്നവർക്ക് നന്ദിയോടെ സ്തുതിക്കുന്നു. ജീവിതത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളിൽ കൂടി കടന്നു പോകുമ്പോഴൊക്കെയും അവിടുന്ന് ഞങ്ങൾക്ക് സഹായകനായിട്ടുള്ളവർക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിട്ട് ഞങ്ങളോട് കൂടെയുണ്ട്. രോഗത്തിൽ കിടക്കാൻ മാറ്റിവരിക്കുന്ന ദൈവമാണ് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. വിളിച്ചപേക്ഷിക്കുമ്പോൾ ശ്രദ്ധ വെച്ച് കേട്ട് അവിടുന്ന് ഉത്തരം നൽകുന്ന ദൈവമാണല്ലോ, നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ. ഞങ്ങൾ ഇതുവരെയും നടത്തിയ എല്ലാ വഴികൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ച് ഈ ഭവനത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവത്തെ യഥാർത്ഥമായി രുചിച്ചറിയുവാൻ വർഷങ്ങൾക്ക് മുമ്പേ കൊടുത്ത കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഇതുവരെയും ദൈവകൃപയിൽ സൂക്ഷിച്ചു വീഴാതെ വണ്ണം അവരെ താങ്ങി നടത്തിയതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. പ്രയാശയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മക്കൾക്കായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവ് രേഷ്മയും കർത്താവ് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവളുടെയും വിദ്യാഭ്യാസ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടത്തുവാനും ജോലി കാര്യങ്ങളിൽ പ്രവേശിപ്പാനും എല്ലാം കൊടുത്തോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നു നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണയെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞ കർത്താവ് രേഷ്മയ്ക്ക് തക്കതായൊരു തുണയെ ഉണ്ടാക്കി കൊടുത്തോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് ഇവർ തമ്മിലുള്ളതായ വിവാഹം വ്യാഴാഴ്ച കോതമംഗലത്തിൻ്റെ ഹോളിൽ വെച്ച് നടക്കുകയാണ്. ദൈവം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് ഇവർക്കെല്ലാം കടന്നു വരുവാനും കർത്താവെ ശുശ്രൂഷ എല്ലാം ഭംഗിയായി തീരുവാനിടയാണെന്ന് പ്രാർത്ഥിക്കുകയാണ്. ആശ്രനെയും കർത്താവെ രക്ഷ്മിയെ ഒരു കുടുംബമാക്കി അവർക്ക് തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിനായി ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുന്ന ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്നത്തെ ശുശ്രൂഷകളെല്ലാം ഭംഗിയായിട്ട് നിർവഹിപ്പാൻ അവിടുന്ന് ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സന്തോഷത്തോടെ സമാധാനത്തോടെ കടന്നു വരുവാനിടയാകണമേ. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം എങ്ങനെയെന്ന് മനസ്സിലാക്കി ആ രീതിയിലുള്ള ഒരു ജീവിതം നയിക്കുവാൻ കടന്നു വരുന്ന ഏവർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ രീതിയിലും അവിടെ നിന്ന് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷിച്ച് കർത്താവെ ഞങ്ങൾക്ക് ഇങ്ങനെ കൂടി വരുവാൻ തന്ന കൃപകൾക്കായിട്ട് സ്തുതിക്കുന്നു. കടന്നു വന്ന് ഞങ്ങളേവരെയും അവിടെ നിന്ന് അനുഗ്രഹിച്ചു തോർത്താൻ നന്ദിയോടെ സ്തുതിക്കുന്നു. എല്ലാ ശുശ്രൂഷകളെയും വചന ശുശ്രൂഷ നടത്തിയ ദാസനെയും എല്ലാം അവിടെ നിന്ന് അനുഗ്രഹിച്ചു തോർത്ത് സ്തുതിക്കുന്നു. ഗാനങ്ങൾ പാടിയതോർത്തും നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ കൃപ അനുഭവിപ്പാൻ തന്ന എല്ലാ കൃപകൾക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ മഹത്വവും കർത്താവെ അവിടത്തേക്ക് നൽകുന്നു. അതോടൊപ്പം കർത്താവെ ഒരുക്കിയിരിക്കുന്ന ഭക്ഷണത്തിനായിട്ട് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. അതിനെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾക്ക് ഭക്ഷണം കഴിച്ച് ആനന്ദത്തോടെ ആയിരിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യമാണല്ലോ. അവിടുന്ന് തക്ക സമയത്ത് ചെയ്യുന്ന ദൈവമാണല്ലോ. അവിടുത്തെ കരങ്ങളിലേക്ക് എല്ലാം ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി വിവാഹ ശുശ്രൂഷയെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ വരനെയും വധുവിനെയും അവിടുന്ന് അനുഗ്രഹിച്ച് ജയത്തോടെ നടത്തണമേ. ഇരു കുടുംബങ്ങളെ അനുഗ്രഹിച്ച് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് നൽകി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തോത്രം. എല്ലാ മഹത്വവും കർത്താവെ അവിടത്തേക്ക് നൽകുന്നു. ഞങ്ങളുടെ രക്ഷിതാവും അവിടുത്തെ പുത്രനുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ താഴ്മയായിട്ട് പ്രാർത്ഥിക്കുന്നു. കേൾക്കണം സ്വർഗീയ പിതാവേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നാം ഏവരോടും ഇവിടെ കടന്നു വന്ന എല്ലാവരോടും എല്ലാ കാലവും ഉണ്ടായിരിക്കുമാറാകട്ടെ. തോറും ദീപമായി
തോട്ടത്തി നിൻ പേർക്കായി വീശിച്ചിടുക കുളിർത്തിന്നൽ. Saw you on the floor in the crowd yet alone. The music in my heart brings a loved up tone. Would you let me sing my love? I drifted through the night, you're the star in my sight. The moment makes it right for me and you. Would you let me sing my love? My heart snaps in two, baby, looking at you. Got it, 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 got it. The music slows down, my sweetheart, dancing with you. Oh, the sarigama, got it, got it, got it, got it, got it, got it. 모두 바라봐